ഹായ് ഫ്രണ്ട്സ്, എൻ ജി എസ് ക്രിയേഷൻസിൻ്റെ ഇന്നത്തെ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ: 3/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, ഗോതമ്പ് പൊടി 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നീട് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ എടുക്കണം. 1 ലിറ്റർ പാല്, അത് കുറച്ച് ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. 2 നാരങ്ങയുടെ നീര്, പിന്നീട് നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും. നമുക്കിഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അണ്ടിപ്പരിപ്പ് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചെറുതായി നുറുക്കി വെച്ചതായാലും മതി. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു പാനിലോട്ട് പാലൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നാരങ്ങ നീര് ചേർത്താണ് നമ്മളിന്ന് പനീർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ നാരങ്ങ നീരിവിടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നാരങ്ങയുടെ നീര് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് പിരിഞ്ഞ് പനീർ റെഡിയാവുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്നും പനീർ ഡ്രെയിൻ ചെയ്ത് നമ്മൾ മാറ്റുന്നില്ല. ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പുഡിങ് സോഫ്റ്റും സിൽക്കിയുമായി മാറും. ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്യുകയുള്ളൂ. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു തരി പോലും കാണരുത്. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ജെലാറ്റിനോ ചൈന ഗ്രാസോ ചേർക്കാത്ത പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇപ്പം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞു. ക്യാമറ ഓഫ് ആയതിനാൽ അത് കാണാൻ സാധിക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാത്തരി ചേർക്കാം. ഏലക്കാത്തരിയോ ഫ്ലേവറിന് ആവശ്യമായ വാനില എസൻസ് ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല മണമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇപ്പോൾ ബബിൾസൊക്കെ വന്ന് നല്ല തിക്കായി വരുന്നുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ജോലിയാണ് നമുക്കിതിൽ പ്രധാനം. ആവശ്യമെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാം. ഇപ്പോഴും പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടില്ല. കുറച്ചും കൂടി തിക്കായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോഴാണ് പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി റെഡിയായത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വിതറിയിട്ടിട്ട് അതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടും. ഏകദേശം അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പനീർ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.